ഹലോ ഫ്രണ്ട്സ്, ഹാപ്പി ക്രിസ്മസ് ടു ഓൾ ഓഫ് യു. ഞാൻ ഇന്ന് ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് ബീട്രൂട്ട് കേക്ക് ആണ് ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് നോക്കാം. आज हम क्रिसमस स्पेशल बीटरूट केक बनाने जा रहे दिखाएंगे कैसे. बीटरूट നമുക്ക് തന്നെ ആദ്യം എടുക്കാം. ഇതിന്റെ തൊലി കളഞ്ഞെടുക്കാം. बीटरूट केक के लिए बीटरूट ले रहे, इसका छिलका निकालना है. ഞാൻ 3 बीटरूट मीडियम साइज എടുത്തിരിക്കുന്ന मीडियम साइज का 3 बीटरूट लिया है. छिलका निकाल के धो के रखा है. നല്ലതായിട്ട് തൊലി എല്ലാം കളഞ്ഞ് നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അത് ഗ്രേറ്റ് കറന്നേ ജാരെ ഞാൻ വലിയ ഹോളായിട്ടുള്ള ഇതിന്റെ ഭാഗത്തു നിന്നാണ് നമുക്കത് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. ബടാവല ഹോൾസെ ഗ്രേറ്റ് करके ले रहे, पूरा ग्रेट करके लेना है. बीटरूट മുഴുവനും ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. पूरा ग्रेट करके रखा है बीटरूट. देखिए अभी एक पैन गरम हो गया. 1 स्पून बटर डालना है. നമുക്ക് പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. 1 സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കണം. ഗ്രേറ്റ് ചെയ്ത് വെച്ച बीटरूट इट കൊടുക്കുക. एक करके रखा बीटरूट डालेंगे, इसमें डाल के पकाएंगे. നമുക്കിത് നന്നായിട്ട് ഇതിനകത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുക. इसमें डाल के अच्छा से थोड़ा पकाएंगे. बीटरूटिൻ്റെ വെള്ളമെല്ലാം പറ്റിക്കഴിഞ്ഞ് बीटरूट का पानी पूरा सूख गया. ഇപ്പം 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. आधा कप चीनी डालेंगे. 1/2 കപ്പ് പഞ്ചസാര ഇട്ടിട്ട് നമുക്കിതൊന്ന് വിളയിച്ചെടുക്കണം. बीटरूट में आधा कप चीनी डाल के थोड़ा पकाएंगे. इसका पानी सूखना है. ഇതിൻ്റെ വെള്ളം ഒന്ന് പറ്റിച്ചെടുക്കണം. ഇതിനകത്തോട്ട് നമുക്കിപ്പം ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ നമക്ക് डाल के अच्छे से मिला के इसका पानी और सूखना है. നമുക്കിട്ട് ഇതിൻ്റെ വെള്ളം ഒന്ന് പറ്റിച്ചെടുക്കണം. പഞ്ചസാരയും ഉപ്പ് ഇട്ടപ്പോൾ നല്ലതായിട്ട് വെള്ളം വരുന്നുണ്ട്. ഈ വെള്ളം ഒന്ന് നമുക്കൊന്ന് പറ്റിച്ചെടുക്കണം. चीनी और नमक डाल के थोड़ा पानी निकल गया. अभी ये पानी सूखना है. വെള്ളം പറ്റി തുടങ്ങിയിട്ടുണ്ട്. पानी सूख रहे. अभी एक नींबू का रस डालना है. നമുക്ക് ഒരു നാരങ്ങയുടെ നീര് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. വെള്ളം എല്ലാം പറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒത്തിരി ഡ്രൈ ആയി പോകണ്ട. बीटरूट का पानी सूख रहे, ज़्यादा ड्राई नहीं होना चाहिए. देखिए ये टाइम में हम लोग गैस ऑफ करना है. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കാൻ വെക്കാം. ठंडा करने के लिए अभी रखेंगे. ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. 1 कप चीनी लिया है. मिक्सी के जार में डालना है. मिक्सी के जार में तो ഇട്ട് കൊടുക്കാം. ഒരു 6 ഏലക്കായും 10 ഗ്രാമ്പു, ഒരു പട്ട, ജാതിക്കയുടെ കുരുവാണ് എടുക്കുന്നത്. 10 लौंग लिया है, 6 इलायची, 1 दालचीनी और जायफल एक ही साथ चीनी में डाल के പൗഡർ करना है. നമുക്ക് ഈ പഞ്ചസാരക്കകത്തിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം. നല്ലതായിട്ട് പൊടിച്ചിട്ടുണ്ട്. അച്ചാസെ പൗഡർ കിയ മസാല ഓർ ചീനി एक बर्तन में डालना है. നമുക്കൊരു പാത്രത്തിനകത്ത് ഇട്ട് കൊടുക്കാം. 5 മുട്ട എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പഞ്ചസാരക്കകത്ത് ഇട്ട് കൊടുക്കാം. 5 अंडा लिया है, चीनी में डालेंगे. बीट ചെയ്തെടുക്കാം. थोड़ा बीट करके आएगा. മുട്ടയും പഞ്ചസാരയും നല്ലതായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. चीनी और अंडा अच्छे से बीट करके रखा है. अभी डालना है 1 टीस्पून वैनिला एसेंस. ഒരു ടീസ്പൂൺ വാനില എസൻസ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് എണ്ണ, 1 कप सनफ्लावर ऑयल डालेंगे इसमें. 50 ग्राम बटर, 50 ग्राम बटर ആണ് എടുത്തിരിക്കുന്നത്. മെൽറ്റ് ചെയ്തെടുത്താണ്. മെൽറ്റ് करके रखा है बटर, वो भी डाल के अच्छे से बीट करना है. 3 कप मैदा ഞാൻ എടുത്തിട്ടുണ്ട്. 3 कप मैदा लिया है. थोड़ा छान लेना है. നമുക്കൊന്ന് തെള്ളി എടുക്കണം. थोड़ा छान के लेना है. बाकी भी डालना है. तो बाकी കൂടി ഇട്ട് കൊടുക്കണം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എടുക്കുന്നത്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 टीस्पून बेकिंग सोडा, ये भी डाल के छान ले. നമുക്കൊന്ന് തെള്ളി എടുക്കാം. എല്ലാം കൂടെ നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. मैदा डाल के थोड़ा फोल्ड करके लेना है. നല്ലതായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. अच्छे से फोल्ड करके रखा है. इसका टेस्ट अभी देखने से अच्छा लगेगा. बीटरूट का एक टू अलग टेस्ट है, वो बिल्कुल नहीं होगा. നമ്മുടെ ബീട്രൂട്ടിൻ്റെ ഈ ടേസ്റ്റ് ഉണ്ട്. ആർക്ക് സാധാരണ ഇഷ്ടപ്പെടുന്നതല്ല. ഇങ്ങനെ വിളയിച്ച് കഴിയുമ്പോൾ ഇതിൽ ഒത്തിരി ടേസ്റ്റാണ്. നമുക്കിതിട്ട് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. अभी फोल्ड करके लेना है.
बीटरूट इट नल्लाയിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. बीटरूट डाल के अच्छे से फोल्ड करके रखा है. क्रिसमस केक है, फ्रूट्स नहीं होने से अच्छा नहीं लगेगा. ക്രിസ്മസ് കേക്കിന് നമുക്ക് ഇത്തിരി ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടില്ലെങ്കിൽ നമുക്കത് ശരിയാകത്തില്ല. ഇത് ഞാൻ ഒരു മാസത്തിന് മുമ്പ് സോക്ക് ചെയ്ത് വെച്ചിരുന്നതാണ്. ഇതിൻ്റെ വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ ചെയ്താൽ ഇത് ഞാൻ സോക്ക് ചെയ്ത് എങ്ങനെയാണെന്ന് അറിയാം. पहले का वीडियो में ये सोक करके कैसे रखेगा दिखाया था. अभी ये फ्रूट्स ड्राई फ्रूट्स डालेंगे. നമുക്ക് സോക്ക് ചെയ്ത് വെച്ചിരുന്ന ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും കൊണ്ട് നമുക്ക് ഇതിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. നേരത്തെ തന്നെ ഞാൻ കേക്ക് ടിൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. अच्छा से ग्रीस करके रखा है केक टिन. इसमें बटर पेपर डालना है. നമുക്ക് ബട്ടർ പേപ്പറും കൂടെ ഇട്ട് കൊടുക്കാം. केक टिनകത്തോട്ട് ബാറ്റർ ഇട്ട് കൊടുക്കാം. केक टिन में बैटर डालना है. ഞാൻ കേക്ക് ടിനകത്തോട്ട് ബാറ്റർ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. केक टिन में बैटर डाला है, दो बार थोड़ा टैप करना है. 2 പ്രാവശ്യം ടാപ്പ് ചെയ്തിട്ട് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് ഫ്രീ ഹീറ്റ് ചെയ്തതാണ്. 180 डिग्री में 10 मिनट प्री हीट करके रखा था. हमको വെച്ച് കൊടുക്കാം. ബീട്രൂട്ട് കേക്ക് റെഡി ആയി കഴിഞ്ഞു. 40 മിനിറ്റ് ആയപ്പോഴാണ് ഇതായത്. കുറച്ച് വലുപ്പം കൂടുതലായിരുന്നു. ബീട്രൂട്ട് കേക്ക് റെഡി हो गया. 40 मिनट हो गया. ठंडा हो गया. നമുക്ക് തണുത്തിട്ടുണ്ട്. ഒന്ന് എടുക്കാം. बीटरूट केक रेडी ആയി കഴിഞ്ഞു. പേപ്പർ മാറ്റി നോക്കാം. പേപ്പർ निकाल के देखेंगे. ഒട്ടും തന്നെ താഴെ പിടിച്ചിട്ടില്ല. बिल्कुल नीचे पकड़ा नहीं है, एकदम सॉफ्ट है. कटिंग करके देखेंगे. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. अच्छा सॉफ्ट है, हल्का सा गरम है. ചെറിയ ചൂടുണ്ട്. ഞാൻ ചൂടായിട്ട് തന്നെ കട്ട് ചെയ്തതാണ്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. सब लोग थोड़ा ट्राई करके देखिएगा. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്മസ് കേക്ക് ബീട്രൂട്ട് കേക്ക് റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. सब लोग थोड़ा घर में ट्राई करके देखिएगा. स्पेशल क्रिसमस केक है. प्लीज लाइक, शेयर एंड सब्सक्राइब. थैंक यू फॉर वॉचिंग.